ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുക. അപ്പോൾ ഇന്ന് ഞാൻ കീലാഞ്ചിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് ലക്ഷദ്വീപ്കാരുടെ ഒരു റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് പച്ചരി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് തലേന്ന്, പിന്നെ ഇത് നല്ലപോലെ കുതിർന്ന് വന്നപ്പം രാവിലെ ഞാനിത് പിന്നെ ഒരു മിക്സിയുടെ ജാറിനകത്ത് കഴുകി വാരി ഞാനിങ്ങനെ പിന്നെ വാരി അരയ്ക്കാനായിട്ടെടുത്തു. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് പച്ചരി ആയിരുന്നല്ലോ എടുത്തത്. അന്നേരം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ആദ്യമേ ഒഴിച്ചു. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതിനായിട്ട് നമുക്ക് 2 മുട്ടയാണ് വേണ്ടത്. ഞാൻ മുട്ട ഇവിടെ ഓരോന്നായിട്ട് ഇവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ നമുക്കിതൊന്ന് അരച്ച് നല്ല പേസ്റ്റ്. ഇത് നമുക്ക് ഇന്ന് ഞാനിവിടെ നല്ലപോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം. അന്നേരം ഇതിനകത്ത് തരി വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ. ഇതിങ്ങനെ ഇരിക്കണം. ഒത്തിരി വെള്ളം കൂടാൻ പാടില്ല. പിന്നെ ഉപ്പൊക്കെ നമ്മൾ നേരത്തെ ചേർത്തായിരുന്നല്ലോ. ഞാനിവിടെ ഒരു പാൻ വെച്ചു, കൊരി ഒഴിച്ചു. ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പയ്യെ ചുട്ടെടുത്ത് ഇതിങ്ങനെ ഇളക്കിയെടുക്കുമ്പം നമുക്കൊരിച്ചിരി ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. നമുക്ക് പിന്നെ ചില സമയത്ത് നമ്മൾ ഒഴിക്കുമ്പം എല്ലായിടത്തൊന്നും ആവത്തില്ല. അന്നേരം ഒരിച്ചിരി മാവോട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ മടക്കി ഒരു സൈഡൂടെ ഇങ്ങനെ മടക്കി നല്ലപോലെ ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ചുട്ടെടുത്തു. ബാക്കിയും കൂടെ നമുക്കിതിങ്ങനെ ചുട്ടെടുക്കാം. അങ്ങനെ ഇത് ഉണ്ടല്ലോ. നമുക്ക് മാവ് തലേദിവസം അരച്ചൊന്നും വെക്കേണ്ട, വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചാൽ മതി. രാവിലെ ആകുമ്പോൾ നമുക്കിത് വാരി അരച്ച് അന്നേരം തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. നമ്മളിത് എളുപ്പം ആയിക്കിട്ടും. നമ്മൾ മാവ് ഒഴിച്ച ഉടനെ ഒരു 10 സെക്കൻഡൊക്കെ മതി. ഇത് നമുക്ക് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്കിതിങ്ങനെ പയ്യെ ഇതിങ്ങനെ ഇളക്കി നമുക്കിത് എടുത്താൽ മതിയല്ലോ. പിന്നെ എന്നും അപ്പവും ദോശയൊക്കെ ആകുമ്പം നമുക്കും വല്ലപ്പോഴും ഇതിങ്ങനെ ഉണ്ടാക്കുമ്പം കുട്ടികൾക്ക് ഇതൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഇത് ഞാൻ മുട്ടക്കറി കൂട്ടിയാണ് ഇവിടെ കഴിച്ചത്. നല്ല ടേസ്റ്റാണ്, നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് പറയണേ, പിന്നെ കമൻ്റ് ഇടണേ. താങ്ക് യു ഫോർ വാച്ചിങ്. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നുണ്ട്. താങ്ക് യു.